ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വാക്സിങ്ങിനെ പറ്റിയാണ്. നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോൾ ഒത്തിരിയും പേര് ഇപ്പോൾ സ്വന്തമായിട്ട് വാക്സ് ചെയ്യുന്നവരാണ്. അവർ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമ്മൾ ഷോപ്പിൽ വരുമ്പോൾ പറയാറുണ്ട്, ഞങ്ങൾ എടുക്കുമ്പോൾ എന്താണ് ഇങ്ങനെ ദേഹത്തെല്ലാം പാട് വരുന്നത്, ചുവപ്പ് വരുന്നത്, ക്രാക്ക് വീഴുന്നത്, പൊള്ളുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ വാക്സ് ചെയ്യുന്നതിനെ വാക്സിൻ്റെ ചൂട് എപ്പോഴും നല്ലതായിട്ട് നോക്കണം. ഒത്തിരി ചൂട് പോയി കഴിഞ്ഞാലും നമ്മുടെ വാക്സ് അങ്ങ് കട്ടിയായി പോവും. നമ്മൾ എപ്പോഴും വാക്സ് ചെയ്തുമ്പോൾ നമ്മൾ അവിടെ തൊട്ട് നോക്കണം, വാക്സിനെ തൊട്ട് നോക്കണം. നമ്മുടെ ദേഹത്ത് അത് പുരട്ടാനായിട്ട് പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ വാക്സ് അവരുടെ ദേഹത്തോട്ട് പുരട്ടാൻ, നമ്മുടെ ദേഹത്താണെങ്കിലും പുരട്ടാൻ. ഒരിക്കലും അത് പൊള്ളാനുള്ളൊരിട വരരുത്. അതുകൊണ്ട് വാക്സിൻ്റെ ചൂട് എപ്പോഴും നമ്മൾ നോക്കണം. അത് കഴിഞ്ഞിട്ടേ നമ്മൾ പുരട്ടാവും. അതുപോലെ തന്നെ വാക്സ് നമ്മൾ നല്ല കമ്പനിയുടെ നല്ല ക്വാളിറ്റി വാക്സ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരിക്കലും നമ്മൾ വില കുറഞ്ഞ വാക്സുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ വാക്സുകൾ എടുത്ത് ഉപയോഗിക്കരുത്. ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ വാക്സിങ്ങിൻ്റെ പാടുകൾ മാറാനായിട്ട് 1 മാസത്തോളം ഒത്തിരി നാളെ എടുക്കും. അതുകൊണ്ടാണ് നമ്മുടെ നല്ല ക്വാളിറ്റിയുള്ള നല്ല കമ്പനിയുടെ നല്ല വാക്സ് മേടിക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ വാക്സ് മെൽറ്റ് ചെയ്ത് വാക്സ് സ്ട്രിപ്പ് നമ്മുടെ വാക്സ് പുരട്ടി വാക്സ് സ്ട്രിപ്പിൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ എത്രയിടത്ത് നമ്മൾ വാക്സ് സ്ട്രിപ്പ് ഒട്ടിക്കുന്നോ അത്രയിടം ഒരുമിച്ച് വലിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇടയ്ക്ക് വെച്ച് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നല്ലതായിട്ട് പാട് വീഴും. അതുകൊണ്ട് എത്ര ഭാഗത്ത് വാക്സ് സ്ട്രിപ്പ് ഒട്ടിക്കുന്നോ അത്രയും ഭാഗം നല്ല കറക്റ്റായിട്ട് നമ്മൾ വലിച്ച് എടുക്കണം. അതുപോലെ നമ്മളവിടെ മുറുക്കി പിടിക്കുമ്പോൾ നമ്മൾ മുറുക്കി പിടിച്ചിട്ട് വേണം നമ്മുടെ സ്കിൻ വലിയാതെ ഒന്ന് മുറുക്കി പിടിച്ചിട്ട് വേണം നമ്മൾ വാക്സ് വലിക്കുന്നത് ഒത്തിരി അങ്ങ് മുറുക്കി പിടിക്കരുത്. മുറുക്കി പിടിച്ചാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ വാക്സ് നമ്മൾ ഒത്തിരി കട്ടിയിൽ പുരട്ടുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി കട്ടിയിൽ പുരട്ടരുത്. കാരണം ഒത്തിരി കട്ടിയിൽ പുരട്ടിയാലും ഒത്തിരി തിന്നായിട്ട് പുരട്ടിയാലും നമ്മൾ വലിക്കുന്നതിന് നമ്മുടെ ദേഹത്ത് പാടുകൾ വീഴും. അതുകൊണ്ട് ഒരു മീഡിയം ലെവലിൽ വേണം നമ്മൾ വാക്സ് നമ്മുടെ ദേഹത്ത് പുരട്ടാനായിട്ട്, ഒരു മീഡിയത്തിൽ. പിന്നെ വാക്സ് പുരട്ടുന്നതാണ് ഈ ഒരു ഭാഗം, നമ്മുടെ ഈ കൈയുടെ ഈ ഒരു ഭാഗം ഒത്തിരി വാക്സ് പുരട്ടി വലിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയാണ് കൂടുതൽ ക്രാക്ക് വീഴുന്നത്. അവിടെ നമ്മൾ ആ വാക്സ് സ്ട്രിപ്പേൽ നമ്മൾ നേരത്തെ എടുത്ത വാക്സ് നമ്മുടെ വാക്സ് സ്ട്രിപ്പേലുണ്ടല്ലോ അതൊന്ന് ഒട്ടിച്ചും വലിക്കാവൂ അവിടെ എടുക്കണം എന്നുള്ളവർ. സാധാരണ ആർക്കും അത്രയും ഒരു ഭാഗം വലിക്കാതിരിക്കുന്നതാണ് നല്ലത്. വലിക്കണം എന്നുള്ളവർ ആ സ്ട്രിപ്പ് ഒന്ന് ഒട്ടിച്ചും വെച്ച് പതുക്കെ വലിക്കുക. അല്ലാതെ വാക്സ് അവിടെ പുരട്ടി വലിച്ചു